നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ലിമിറ്റഡ് ടൈം എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. ലിമിറ്റഡ് ടൈം ഫ്രീ എയർ ഡ്രോപ്പാണ്. ബി സ്ലീപ്പ് എന്ന് പറഞ്ഞ ടോക്കണാണ് കിട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സ്ലീപ്പഗോച്ചി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ലീപ്പ് ബെറ്റർ ആക്കാനുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് സ്ലീപ്പ് ടൈമിങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ടൈമിങ് നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് റിവാർഡ്സ് കിട്ടും. പിന്നെ അതിൽ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്, അത് കളിക്കുകയാണെങ്കിൽ നമുക്ക് റിവാർഡ്സ് കിട്ടും. റിവാർഡ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതിലെ തന്നെ ഹീറോസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള കോയിൻസും ടോക്കൺസും പോലത്തെ സംഭവവും, പിന്നെ അല്ലാണ്ട് റിയൽ ആയിട്ടുള്ള സൊലാന ടോക്കൺ, അത് TGE ആയിട്ടില്ല, അത് ലോഞ്ച് ആയിട്ടില്ല. പക്ഷേ അതിൻ്റെ നമുക്ക് ലോഞ്ച് ആകുമ്പോൾ അത് നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് കിട്ടും, വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ലിമിറ്റഡ് ടൈം എയർ ഡ്രോപ്പാണ്. 2 ആഴ്ചത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 2 ആഴ്ച കൊണ്ട് നമുക്ക് മാക്സിമം നമ്മൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നമുക്ക് TGE വരുമ്പോൾ നമുക്ക് മാക്സിമം കോയിൻസ് എയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 2 ആഴ്ചത്തേക്കുള്ളൂ. നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സ്ലീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഈ സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ തുടങ്ങി കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ കൂടുതലൊന്നും വായിച്ചു നോക്കേണ്ടതില്ല. ഇപ്പോൾ ഇതുണ്ട്, സ്ലീപ്പഗോച്ചി ഈസ് ലൈവ് ഓൺ iOS ആൻഡ് ആൻഡ്രോയിഡ് ഫോർ 3 weeks ഓൺലി എന്ന് പറഞ്ഞിട്ട് 29 ഇട്ടുണ്ട്. അപ്പോൾ ദ വെയിറ്റ് ഈസ് ഓവർ, സ്ലീപ്പ് ആൻഡ് വി സ്ലീപ്പ് റിപ്പീറ്റ്, യൂസ് ഇറ്റ് ഫോർ 1 minute or 2 hours a day, invite your friends, colleagues, even your mom. After 3 weeks app goes offline, TGE preparation begins, links in replace, download now. കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ലിമിറ്റഡ് ടൈമാണ്. ഇപ്പോൾ 2 week ഉള്ളൂ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ 2 weekൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ബാക്കി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് റിവാർഡ്സ് കൂട്ടാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് ഞാൻ മനസ്സിലാവും. എക്സ്പ്ലോർ ടെക്, ക്രിപ്റ്റോ ആൻഡ് ബിയോണ്ട് വിത്ത് SNK. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൊലാന മൊബൈൽ വന്നു കഴിയുമ്പോൾ സൊലാന മൊബൈലിലും ഇത് കുറച്ച് നാളത്തേക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. സൊലാന മൊബൈൽ എനിക്ക് കിട്ടിയല്ല. അപ്പോൾ സൊലാന മൊബൈൽ കിട്ടിക്കഴിയുമ്പോൾ അതിലും കുറച്ച് നാളത്തേക്ക് കിട്ടുമായിരിക്കും. ഈ 2 ആഴ്ച കൂടാണ്ട് സൊലാന മൊബൈലുകാർക്ക് കുറച്ച് നാളത്തേക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തു. ഇനി ഇതിൽ കൺസിസ്റ്റൻസി കീ ടു ഹെൽത്തി സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് അടിച്ച് വിടുക. ഇതൊക്കെ ജസ്റ്റ് അതിൻ്റെ ട്യൂട്ടോറിയലാണ്, സ്റ്റാർട്ടിങ് ചുമ്മാ എഴുതി കാണിക്കുന്നതാണ്. ബട്ട് സ്റ്റിക്കിംഗ് ടു ഷെഡ്യൂൾ ഈസിൻ്റെ ഈസി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നെക്സ്റ്റ് അടിച്ച് വിടാം. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനോ എന്ന് പറഞ്ഞ ആൾ, അത് പെറ്റാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, നെക്സ്റ്റ് അടിച്ച് വിടുക. ഇതിലൊന്നും നമുക്കൊന്നും നോക്കാനില്ല, ഇതൊക്കെ ജസ്റ്റ് ട്യൂട്ടോറിയൽ പോലെയാണ്. അപ്പോൾ ഞാനതൊക്കെ പെട്ടെന്ന് നെക്സ്റ്റ് അടിച്ച് വിടുവാണ്. ഇനി നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സൈനപ്പാണ്. സൈനപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ലോഗിൻ ആയിരിക്കും ആദ്യം വേണ്ടത്. അതിന് ഇപ്പോൾ നമ്മൾ ലോഗിൻ അല്ല ചെയ്യേണ്ടത്, നമ്മൾ പുതിയ അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, എന്തെങ്കിലും പാസ്വേഡ് കൊടുക്കുക. താഴെ നിങ്ങൾക്ക് ഗൂഗിൾ സൈനപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആപ്പിൾ സൈനപ്പും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സൈനപ്പ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമെയിലിലോട്ട് ഒരു OTP വരും, അത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക. എന്നിട്ട് നിങ്ങളുടെ നിക്ക് നെയിം കൊടുക്കുക, എന്തെങ്കിലും ഒരു നെയിം കൊടുക്കാം. ഞാൻ SNK എന്ന് കൊടുക്കുകയാണ്. SNK എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. എന്നിട്ട് സ്റ്റാർട്ട് അടിക്കുക. സ്റ്റാർട്ട് അടിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ മ്യൂട്ടാക്കി വെച്ചേക്കാണ്, ഇതിൻ്റെ ഓളിയോ ഒക്കെ മ്യൂട്ടാക്കി വെച്ചേക്കാണ്. ഞാൻ വോയിസ് ഓവറാണ് ചെയ്യണത്, കാരണം ഇതിൻ്റെ ഓളിയം നല്ല ഓളിയാണ്. എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ 447 MB ഡൗൺലോഡ് ചെയ്യണമെന്ന് കാണിക്കും. അപ്പോൾ കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ മാക്സിമം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. എന്നാലാണ് മാക്സിമം നമുക്ക് എല്ലാ ഗെയിമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും, ഒരു ആനിമേഷൻ പോലത്തെ ഒരു സംഭവം വരും. ഇത് നല്ല ഗ്രാഫിക്സാണ്. ചില ഫോണിലൊക്കെ ചിലപ്പോൾ സ്റ്റക്കാവാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിക്ക് ഗ്രാഫിക്സ് ഉണ്ട് ഇതിൻ്റെ വീഡിയോസിന്. അപ്പോൾ ഇതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ആദ്യം കാണിക്കുന്ന സാധനമൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ശരിക്കും സ്ലീപ്പിൻ്റെ ഒരു സംഭവമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഡൈനോയുടെ ആനിമേഷൻസ് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ കാണിക്കണമെന്നുള്ളൂ, പ്രത്യേകിച്ചൊന്നും ഇല്ല അതിൽ. ഇനി ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഡൈനോയുടെ റൂമാണ്. ഇതിങ്ങനെ ഓരോ സംഭവങ്ങളാണ്, അതൊക്കെ നമ്മൾ സ്കിപ്പ് അടിച്ച് കൂടുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നമ്മുടെ സ്ലീപ്പ് ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ടൈം വെച്ചിട്ട് നമുക്ക് സ്ലീപ്പ് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും, നമ്മളെപ്പോഴാണ് കിടക്കണമെന്നുള്ളത്. അപ്പോൾ 8 മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ 10 തൊട്ട് 6 മണി വരെ, 10 PM തൊട്ട് 6 AM വരെയാണ് ഇപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അത് വേണമെങ്കിൽ അത് തന്നെ കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് കിടക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ 11 കൊടുക്കുകയാണെങ്കിൽ 11 കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ലീപ്പ് ടൈമിങ് തെറ്റിപ്പോവും, നമ്മൾ 7 മണിക്കൂറാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 10 തന്നെ കൊടുക്കുവാണ്. അപ്പോൾ 10 തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 8 മണിക്കൂർ കിട്ടും. അപ്പോൾ 8 മണിക്കൂറാണല്ലോ ശരിക്കും സ്ലീപ്പ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ് ടൈമിംഗ് ആണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് കറക്റ്റ് റിവാർഡ് കിട്ടും. പിന്നെ നമ്മൾ ഇത് ഡൈനോയുടെ പിന്നെ വീടാണ്. അപ്പോൾ അവിടെ നമ്മുടെ ബെഡ് ഉണ്ടോ, നമ്മുടെ ഹെൽത്ത് ആക്സസ് ചോദിക്കുന്നുണ്ട്. ഹെൽത്ത് ആക്സസ് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആപ്പിൾ ഹെൽത്ത് വെച്ചിട്ട് നമ്മുടെ കറക്റ്റ് സ്ലീപ്പ് ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് അലോ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് മോഷൻ ആൻഡ് ഫിറ്റ്നസ് അലോ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട് ആപ്പിളിൽ. അപ്പോൾ അത് അലോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മോഷനും ഫിറ്റ്നസ്സൊക്കെ അതായത് നമ്മുടെ സ്ലീപ്പൊക്കെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്ക് ബെഡ് ടൈം, നമ്മുടെ യൂഷ്വൽ ബെഡ് ടൈമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ 11 PM തന്നെയാണ് കൊടുത്തത്. 11 PM നമ്മൾ കിടക്കണമെന്നാണ് കൊടുത്തത്. ഇപ്പോൾ ഇതിൽ കാണിച്ചാണിത് ആ ഒരു ഇത് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് സ്കോർ കാണിച്ചിട്ടുണ്ട്. ആവറേജ് സ്ലീപ്പ് സ്കോർ 74 അത് കുറവാണ്. പക്ഷേ എന്നാലും ഭൂരിഭാഗം ആൾക്കാരെക്കാളും കൂടുതലാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഹെൽത്തിൽ നിന്ന് പിടിച്ചതാണ് അത്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ലീപ്പ് റിവാർഡ്സ് ക്ലെയിം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഇത് ശരിയായിട്ടില്ല, എനിക്ക് അലോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ട്രൈ അഗൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാം സെറ്റിങ്സിൽ പോയിട്ട്. ഞാനിവിടെ ആഡ് ഡേറ്റ മാനുവൽ കൊടുത്തിട്ട് മാനുവലായിട്ട് കൊടുക്കുവാണ്. ഇനി അത് എനേബിൾ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട്. അപ്പോൾ തന്നെ നമുക്ക് പെർഫെക്റ്റ് സ്ലീപ്പ് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കാരണം അത് മാനുവലായിട്ട് കൊടുത്തുകൊണ്ടാണ് 8 മണിക്കൂർ എന്നുള്ളത് കറക്റ്റായിട്ട് വന്നുകൊണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുറേ കോയിൻസും ഇൻ ഗെയിം കോയിൻസും അല്ലാണ്ട് നമ്മുടെ വി സ്ലീപ്പ് കോയിനൊക്കെ നമുക്ക് കിട്ടി. ഇനി നമുക്കൊരു ബോക്സ് ഓപ്പൺ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പം നമുക്ക് ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു ഹീറോയിനെ കിട്ടി. ഇത് നമുക്ക് അറ്റാക്കിന് മുമ്പ് യൂസ് ചെയ്യാനുള്ളതാണ്. ലെജൻഡറി ഹീറോ ഭാഗ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള 2 ഹീറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പിക്കാണ്. എന്നിട്ട് നമ്മൾ ക്ലെയിം അടിക്കാം. അവിടെ കണ്ടോ യു ഗോട്ട് ന്യൂ ഹീറോസ്. ഇത് നമ്മൾ അഡ്വഞ്ചറും ബാറ്റിൽസിലൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞു തരാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ക്ലെയിം അടിച്ചേക്കുക. ഇതൊക്കെ ഒരു ട്യൂട്ടോറിയലാണ്. പിന്നെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ചൂസ് ന്യൂ റൂം ഐറ്റം എന്നുള്ളത് കൊടുത്തിട്ട് റൂമിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പെർഫെക്റ്റ് സ്ലീപ്പ് ആണെങ്കിൽ നമുക്ക് ലെജൻഡറി ആയിട്ടുള്ള സാധനങ്ങൾ റൂമിൽ ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഡൈനോയുടെ റൂം നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ലീപ്പാണല്ലോ 8 മണിക്കൂർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഐറ്റം ചൂസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ റൂമിൽ ആഡായി കിട്ടും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ക്ലെയിം അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പിന്നെ ഡെയിലി സ്ട്രീക്ക് ഉണ്ട്. ഇപ്പോൾ ഡേ 1 ആണ്. ഡേ 2 ആയി കഴിയുമ്പോൾ നമുക്ക് ഡേ 2 സ്ട്രീക്ക് ആകും. അങ്ങനെ നമ്മൾ സ്ട്രീക്ക് കൂടി വരികയാണെങ്കിൽ നമുക്ക് കോയിൻസ് കിട്ടുമ്പോഴുള്ള ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഷെയറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് അലോ ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷൻസ് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം ഇത് ഓർമ്മിപ്പിച്ചോളും ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ അതെന്തായാലും ഓണാക്കിയിടുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഡെയിലി സ്ട്രീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡൈനോയുടെ റൂമാണ്. ഡൈനോയുടെ റൂമിലുള്ള സംഭവങ്ങളാണിത്. ഇപ്പോൾ അവർ അടുത്ത ട്യൂട്ടോറിയലായിട്ട് കൊണ്ടുപോയിക്കണതാണ്. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ആണ്, ഗെയിമാണ്. ഇതിങ്ങനെ നമ്മൾ നടന്ന് ഈ പാത്ത് 1 എന്ന് കാണിച്ചിരുന്നത് 100% വരെ നമുക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞ് പാത്ത് 2 ആണ്. ഇങ്ങനെ ഓരോ ഇതിൻ്റെ അടുത്തിട്ട് പോകുമ്പോൾ നമ്മൾ ഓരോ അറ്റാക്കിന് പോകും. കണ്ടോ ടെറിഫയിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്കിപ്പൊക്കെ അടിച്ചു വിടാത്. ഇതൊക്കെ സ്കിപ്പ് അടിച്ചു വിടുമ്പോൾ നമ്മൾ അറ്റാക്കിന് പോകും. അറ്റാക്കിന് പോകുമ്പോൾ നമ്മുടെ ഈ കയ്യിലുള്ള ഹീറോസ് വെച്ചിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യണത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ട്യൂട്ടോറിയൽ ലെവലായതുകൊണ്ട് നമുക്ക് നമ്മുടെ ലെജൻഡറി ഹീറോയിനെ ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഹീറോയിനെ മാത്രമാണ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നമ്മൾ ഓട്ടോ അറ്റാക്കും 2x സ്പീഡും ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് അറ്റാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോയിൻസ് കിട്ടും. ആ വി സ്ലീപ്പ് കോയിനും കിട്ടും. എന്ന് വെച്ചാൽ റിയൽ കോയിനും കിട്ടും, അല്ലാണ്ട് ഇൻ ഗെയിം കറൻസീസും കിട്ടും. അപ്പോൾ അതങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ പാത്ത് കംപ്ലീറ്റ് ചെയ്യാം. പാത്ത് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തിൻ്റെ ഓരോ പാത്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പാത്തിൻ്റെ പെർസെൻറ്റേജ് മുകളിൽ കാണിച്ചിട്ടുണ്ടോ. നമ്മളിങ്ങനെ നീങ്ങി പോവുക. ഫ്രണ്ടിലായിട്ട് നീങ്ങി പോകുന്തോറും നമുക്ക് നമ്മുടെ ആ പാത്തിൻ്റെ പെർസെൻറ്റേജ് കൂടി വരും. ഓരോ ക്യാരക്ടേഴ്സിനെ കാണുന്തോറും നമ്മുടെ പെർസെൻറ്റേജ് കൂടി വരും. എല്ലാത്തിനും നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചിലതിൽ ചുമ്മാ ഇങ്ങനെ മെസ്സേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് സ്കിപ്പ് അടിച്ചുകൂടാ. എന്നിട്ട് അടുത്തതിൽ അറ്റാക്ക് ചെയ്യുക. അങ്ങനെ അറ്റാക്ക് ചെയ്ത് നമ്മൾ 100% ആക്കുക. അതിൽ ക്ലെയിം ചെയ്യുക. ഇതാണ് ഒരു ടൈപ്പ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിലിന് പോലെ. പിന്നെ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഹീറോസിൻ്റെ സെക്ഷനൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ പ്ലേയുടെ തൊട്ടപ്പുറത്തുള്ള ഹണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹണ്ടിന് പോകാൻ പറ്റും. ഹണ്ടിന് പോയാലുള്ള ബെനിഫിറ്റ് ഞാൻ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പറഞ്ഞുതരാം. അതൊരു ബാറ്റിൽ പോലെ തന്നെയാണ്. ഇതിൽ നമുക്ക് എല്ലാ ഹീറോസിനെ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ലെജൻഡറി ഹീറോയിനൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഹീറോസിനെ ഓരോന്നിനെ അങ്ങോട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാറ്റിൽ
അല്ല സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാറ്റിൽ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മാനുവൽ അറ്റാക്ക് കൊണ്ട് ഓട്ടോ അറ്റാക്ക് നമ്മൾ ഓൺ ആക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അറ്റാക്ക് ചെയ്യാം. പിന്നെ 2x കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം സ്പീഡിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ലെവൽ തരുന്നതോടും നമ്മുടെ ആ ഒരു ഹണ്ട് ലെവൽ അപ്പായിക്കൊണ്ടിരിക്കും. ഇതിൽ നമുക്ക് റിവാർഡ്സ് കിട്ടും, കോയിൻസും ഇൻ ഗെയിം കറൻസീസും കിട്ടും, പിന്നെ നമ്മുടെ വി സ്ലീപ്പ് ടോക്കണും കിട്ടും. അപ്പോൾ ഈ 2 ഗെയിം കളിച്ചാൽ നമുക്ക് ടോക്കൺ കിട്ടും. അതുകൂടാണ്ട് ഇൻ ഗെയിം കറൻസീസും കിട്ടും. ഇൻ ഗെയിം കറൻസീസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോസിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഭാവിയിൽ നമ്മൾ വലിയ ലെവൽസിലായിട്ട് പോകുമ്പോൾ നമുക്ക് ഹീറോസിനെ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇൻ ഗെയിം കറൻസീസ് കിട്ടുന്നത്. മറ്റേ ബി സ്ലീപ്പ് എന്ന് പറഞ്ഞത് നമുക്ക് റിയൽ വേൾഡ് ടോക്കണാണ്, കറൻസിയാണ്, നമുക്ക് സെല് ചെയ്യാൻ പറ്റും. TG വന്നു കഴിയുമ്പോൾ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ നമുക്ക് 131 വി സ്ലീപ്പ് ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇനി ആഡ് വാലറ്റ് കൊടുത്തിട്ട് വാലറ്റ് ആഡ് ചെയ്യണം. നിങ്ങൾ കളക്ട് വി സ്ലീപ്പ് പോയിൻറ്റ്സ് കണ്ടാവും. വി സ്ലീപ്പ് പോയിൻറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഓപ്പൺ ചെയ്യണം, ഇതുപോലെ ഗെയിംസ് കളിക്കണം. ഇത് കളിച്ചിട്ട് നമുക്ക് വി സ്ലീപ്പ് പോയിൻറ്റ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ആ ടോക്കണായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇമ്പ്രൂവ് യുവർ സ്ലീപ്പ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും, വി സ്ലീപ്പ് പോയിൻറ്റ്സ് കിട്ടും. കംപ്ലീറ്റ് ഇൻ ബാറ്റിൽസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി സ്ലീപ്പ് പോയിൻറ്റ്സ് കിട്ടും. പിന്നെ കീപ്പ് യുവർ ലോഗിൻ സ്ട്രൈക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ വി സ്ലീപ്പ് പോയിൻറ്റ്സ് കിട്ടും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടും. പിന്നെ കളക്ട് ഐഡിയൽ റിവാർഡ്സ് അവർലി റിവാർഡ്സ് ആയിട്ടും കിട്ടും. റിവാർഡ്സിൻ്റെയൊക്കെ ഞാൻ ഇത് കഴിഞ്ഞ് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ വാലറ്റ് ആഡ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആഡ് വാലറ്റ് കൊടുക്കുകയാണ്. ആഡ് വാലറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമേ തന്നെ വാലറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സൊലാന വാലറ്റ് അഡ്രസ്സാണ് ആഡ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ സൊലാന ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് എന്ന് വെച്ചാൽ ഫാൻഡം പോലത്തെ വാലറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് സൊലാന ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഫാൻഡം എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ട്രസ്റ്റ് വാലറ്റ് പോലത്തെ ആപ്പാണ്. എന്നിട്ട് ക്രിയേറ്റ് വാലറ്റ് അടിക്കുക, പാസ് പ്രൈസ് എവിടെയെങ്കിലും സേഫായിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഫാൻഡത്തിൻ്റെ സൊലാന അഡ്രസ്സ് നമ്മൾ പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഫാൻഡം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഫാൻഡം ഓപ്പൺ ചെയ്യാം. ഇനി ഇതിൽ സൊലാന അഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിസീവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ സൊലാന എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. സൊലാനയുടെ അഡ്രസ്സ് കോപ്പി ചെയ്യണം. സൊലാനയുടെ തന്നെയാണ് കോപ്പി ചെയ്യേണ്ടത്. കാരണം സൊലാനയാണ് സൊലാന അഡ്രസ്സിലായിട്ടാണ് നമ്മുടെ ഈ ടോക്കൺ വന്നത്. അപ്പോൾ അത് പേസ്റ്റ് ചെയ്യാൻ നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ പേസ്റ്റ് ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. പിന്നെ അതുകൂടാണ്ട് ഇവർ ട്വിറ്ററിൽ റാൻഡമായിട്ടുള്ള സൊലാന അഡ്രസ്സുകൾക്ക് വിഡ്രോവൽ കൊടുക്കുന്നുണ്ട്. അല്ല ചുമ്മാ സൊലാനയൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബി സ്ലീപ്പ് എൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഓപ്ഷൻസ് നോക്കാം. ട്യൂട്ടോറിയൽ കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഈസി ആയിട്ട്. അപ്പോൾ ഇവിടെ നടുക്കത്തെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിം കളിക്കാനുള്ള സംഭവമാണ്. പ്ലേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിം കളിക്കാം. ഈ ഗെയിം എന്ന് വെച്ചാൽ പാത്ത് പോലെയാണ്. പാത്ത് 2 ആണ്. പാത്ത് 1 നേരത്തെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇതിലിങ്ങനെ പോയിട്ട് നമുക്ക് ബാറ്റിലിന് പോകാം. ബാറ്റിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കോയിൻസും മറ്റേ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കോയിൻസും പിന്നെ അതുകൂടാണ്ട് ടോക്കണൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ഹീറോസിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ ബാറ്റിൽ കൊടുക്കുക. ഓട്ടോ അറ്റാക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അറ്റാക്ക് ചെയ്യും. 2x കൊടുത്ത് കഴിഞ്ഞാൽ സ്പീഡ് 2x കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറ്റാക്ക് തീർക്കാൻ പറ്റും. അത് നമുക്ക് സ്പീഡ് 2x കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പെട്ടെന്ന് അറ്റാക്കുകൾ നമുക്ക് തീർക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിവാർഡ്സ് കിട്ടും. അപ്പോൾ പെട്ടെന്ന് റിവാർഡ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പിന്നെയും പോകാമല്ലോ. അപ്പോൾ ഇതിൽ കോയിൻസും എല്ലാം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലീപ്പ് കറക്റ്റ് ആവുകയാണെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഗെയിംസ് കളിക്കുകയാണെങ്കിൽ ഇവിടെ പാത്ത് 2 ഉണ്ടോ 2%, അത് 100% ആക്കി കഴിയുമ്പോൾ ഈ എൻഡിൽ നമുക്ക് വേറൊരു റിവാർഡ് കിട്ടും. പിന്നെ ഇത് ബാക്ക് അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്ലേയുടെ തൊട്ടപ്പുറത്തുള്ള ഈ ഹണ്ട് പോലത്തെ സാധനമുണ്ട്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലിപ്പോൾ എൻ്റെ സ്റ്റേജ് 21 അപ്പോൾ ഇവിടെ ഇവർക്ക് ലൈഫ് 141 ടോട്ടൽ ലൈഫ്. ഇവിടെ എൻ്റെ ലൈഫ് ഞാനിപ്പോൾ ഓരോന്നിനെ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ലൈഫ് നോക്കുക. എൻ്റെ ലൈഫ് 216. അതുകൊണ്ട് ഞാൻ ജയിക്കും എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഓട്ടോ ബാറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്റിൽ ചെയ്തോളും. ബാറ്റിൽ ക്ലിക്ക് ചെയ്യുക. ബാറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോ അറ്റാക്ക് കൊടുത്തിട്ട് 2x കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പരിപാടി തരും, പെട്ടെന്ന് റിവാർഡ്സും കിട്ടും. നമ്മളൊന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈ ലെവൽ അപ്പ് ചെയ്യാൻ പറ്റും. ഇത് ലെവൽ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ്സ് ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ പോയി കഴിയുമ്പോൾ ഇവിടെ മറ്റേ പ്ലേ നടുക്കത്തിലുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗെയിം കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഓരോ റിവാർഡ്സ് കിട്ടും. ഇപ്പം നമ്മൾ കണ്ട ആ ഒരു ഈ
പ്ലേയുടെ തൊട്ടപ്പുറത്തുള്ള ഹണ്ടിൽ നമ്മൾ ലെവൽ സ്റ്റേജ് അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ ബെനിഫിറ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സെറ്റിങ്സിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സിൻ്റെ തൊട്ട് താഴെ ഒരു ക്രേറ്റ് പോലെ കണ്ട, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ട ഹണ്ട് ഐഡിൽ റിവാർഡ്സ്. അപ്പോൾ ഹണ്ട് ഐഡിലിൻ്റെ ലെവൽ നമ്മൾ അപ്പാവും തോറും നമുക്ക് കാരണം 30 ഹണ്ട്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലെവൽ 4 ആവും. ലെവൽ 4 ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ താഴെ കാണിച്ചിരുന്ന റിവാർഡ്സ് ഉണ്ടോ അത് നമുക്ക് കൂടുതലായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ചുമ്മാ ഇരിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡ്സാണ്. 583.7K ഗോൾഡ് പോലത്തെ സാധനം. പിന്നെ ഇതുണ്ടോ ഈ കോയിൻസൊക്കെ, ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ അതിൻ്റെ താഴെ കണ്ടോ ഈ ഒരു 33 ടോക്കൺ സ്ലീപ്പ് ടോക്കൺ സ്ലീപ്പ് ടോക്കൺ കിട്ടും. അപ്പോൾ അത് ഡെയിലി ചുമ്മാ കിട്ടണതാണ്. അപ്പോൾ ഇത് ചുമ്മാ കിട്ടാനായിട്ട് നമ്മൾ ഈ ഹണ്ട് ഐഡിൽ റിവാർഡ്സ് ൻ്റെ ലെവൽ അപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്ലേയുടെ തൊട്ടപ്പുറത്തുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഹണ്ട് ഐഡിൽ കംപ്ലീറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ഓരോ ഓപ്ഷൻസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ട്യൂട്ടോറിയൽസ് എല്ലാം കഴിഞ്ഞല്ല, ഇവിടെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ നമ്മുടെ യൂസർ നെയിം മ്യൂസിക്കൊക്കെ ഓഫ് ചെയ്യാം, അതൊക്കെ ഓഫ് ചെയ്യാം, ഹാപ്റ്റിക് ഓഫ് ചെയ്യാം, എന്തുവേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ഞാൻ നേരത്തെ കാണിച്ച ഹണ്ട് ഐഡിൽ റിവാർഡ്സ്, അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് ക്ലെയിം ചെയ്യാം. കിട്ടിയതുണ്ടോ അതിലിപ്പോൾ കോയിൻ കിട്ടാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ കോയിൻ ടോട്ടൽ ഒരു ദിവസം 33 എണ്ണമാണ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ കോയിൻ കിട്ടാത്തത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഇത് പൈസ കൊടുത്തിട്ട് മേടിക്കാനുള്ള സംഭവമാണ്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ സ്ലീപ്പ് കോയിൻസാണ്. സ്ലീപ്പ് കോയിൻസ് അതിന് നമ്മൾ വാലറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് സ്ലീപ്പ് ബെറ്ററായിട്ട് സ്ലീപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ലോഗിൻ എല്ലാ ഡെയിലും ലോഗിൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ പ്ലേ ബാറ്റിൽസ് കളിക്കുമ്പോൾ പിന്നെ ക്ലെയിം ഐഡിൽ റിവാർഡ്സ് എന്ന് വെച്ചാൽ ഹണ്ട് നടത്തി കഴിഞ്ഞിട്ട് ഐഡിൽ റിവാർഡ്സ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇൻവൈറ്റ് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1000 ഫ്രണ്ട്സ് വരെ നമുക്ക് സ്ലീപ്പ് കിട്ടും. പിന്നെ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ളത് അത് ലീഡർ ബോർഡാണ്. ലീഡർ ബോർഡിൽ ഹണ്ട് ബാറ്റിൽ ലീഡർ ബോർഡ് നോക്കുക. എൻ്റെ ഹണ്ട് ബാറ്റിൽ ലീഡർ ബോർഡിൽ ഞാൻ 21 ഹണ്ട് ബാറ്റിൽസാണ് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇവിടെ 2000 കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. പിന്നെ റെഫറൽസിൽ പോയി കഴിഞ്ഞാൽ റെഫറൽ ലീഡർ ബോർഡ് കാണാൻ പറ്റും. പിന്നെ താഴത്തെ ഇനി ഓപ്ഷൻസ് നമ്മൾ നോക്കുന്നത് പ്ലേയും ഹണ്ട് ബാറ്റിൽ നമ്മൾ നോക്കി. ഇനി ഫസ്റ്റത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഗച്ച എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്കൊരു കാർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ 7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഹീറോസിനെ കിട്ടും. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് എന്ന് വെച്ചാൽ ഹീറോസാണ്. ഹീറോസിൻ്റെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ലെജൻഡറി കിട്ടി. പിന്നെ ഇപ്പറേ നമുക്ക് എപ്പിക് ഉണ്ട്. പിന്നെ തൊട്ട് താഴത്തെ റെയറാണ്. ഇത് റെയറാണ്. ഇനി ഓരോ ഹീറോയിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ലെവലപ്പ് ചെയ്യാൻ പറ്റും. ലെവലപ്പ് ചെയ്യാനുള്ള കോയിൻസൊക്കെ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ കിട്ടണതാണ്. നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമുക്ക് പരസ്യമൊന്നുമില്ല കേട്ടോ ഇതിൽ. പിന്നെ ഇവിടെ സ്റ്റാർ അപ്പ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റാറേ ഉള്ളൂ റെയറിൽ. പിന്നെ അതിൻ്റെ പവർ കുറച്ചുകൂടി കൂടും. സ്റ്റാർ അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് 2 സ്റ്റാറായി മാറും. അപ്പോൾ അതിൻ്റെ പവർ കുറച്ചുകൂടി കൂടും. അപ്പോൾ നമ്മൾ ഇനി ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ അതിൻ്റെ 2 സ്റ്റാറുണ്ട്. ഇനി ഇവിടെ നടുക്കത്തേന്ന് വെച്ചാൽ പ്ലേയും ഹണ്ടുമാണ്. നാലാമത്തെ നോക്കുവാണെങ്കിൽ നാലാമത്തേൽ ഇതിവിടെ നമ്മുടെ എൻ്റെ സ്ലീപ്പിൻ്റെ നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിനനുസരിച്ചിട്ട് നമ്മൾ 6 മണിയാണ് സെറ്റ് ചെയ്തതാണ്. 6 മണി കഴിയുമ്പോൾ എൻ്റെ സ്ലീപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിവാർഡ് കിട്ടും. ഇപ്പോൾ നമ്മളിത് ഡൈനോയുടെ ഹോം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഓരോ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഇവിടെ ഡെയിലി സ്ട്രീക്ക് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ ഡെയിലി സ്ട്രീക്ക് ഓരോ ദിവസം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഡെയിലി സ്ട്രീക്ക് നമുക്ക് കറക്റ്റായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും അവസാനം കാണുന്നത് ഇൻവൈറ്റ് റെഫറൽസിൻ്റെയാണ്. റെഫറൽസ് ഇപ്പോൾ ഒറ്റ റെഫറലില്ലെങ്കിൽ 10 കോയിൻ വെച്ചിട്ട് നമുക്ക് അവർലി ക്ലെയിം ചെയ്യാൻ പറ്റും. 10 കോയിൻ വെച്ചിട്ട്. അപ്പോൾ ഒരാളുണ്ടെങ്കിൽ നമുക്ക് 20 എണ്ണം വെച്ചിട്ട് അവർലി റിവാർഡ്സ് ആർ കാൽക്കുലേറ്റഡ് എവരി അവർ എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടോ. അപ്പോൾ അതാണ് ഇത്ര ഓപ്ഷൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്ലീപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഇതിൽ പോയി കഴിഞ്ഞിട്ട് ഗെയിം കളിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്ലീപ്പ് സെറ്റ് ചെയ്യുമ്പോൾ സ്ലീപ്പ് കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ അതിൻ്റെ റിവാർഡ്സ് കിട്ടും. ഈ പ്ലേയിൽ പോയിട്ട് ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ തൊട്ടപ്പുറത്തുള്ള ഹണ്ടിൽ പോയിട്ട് ഗെയിം കളിക്കാൻ പറ്റും. ഹണ്ടിൽ പോയി മാക്സിമം ലെവലാക്കി കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇങ്ങനെ റിവാർഡ്സ് ക്ലെയിം ചെയ്യാൻ പറ്റും, ഐഡിയൽ റിവാർഡ്സ്. അപ്പോൾ ഇതിൽ 2x കൊടുക്കുക, ഓട്ടോ ബാറ്റിൽ കൊടുക്കുക, എന്നിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പടപടയെന്ന് ഇതിൽ ലെവൽസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ആഴ്ചയാണ് സമയമുള്ളൂ. നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക. മാക്സിമം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക്
മാക്സിമം കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ അറിയില്ല, ഇതിൻ്റെ പ്രൈസൊന്നും നമുക്കറിയില്ല. പക്ഷേ 2 ആഴ്ചത്തേക്കുള്ളൂ. അതുകൊണ്ട് മിക്കവാറും കുറച്ച് സപ്ലൈ ആണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ കോച്ചിയുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ 3 വീക്ക് ആണെങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 4-5 ദിവസമാണ് മാക്സിമം ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ഉണ്ടാവുള്ളൂ. അതിലാണ് വി സ്ലീപ്പ് കിട്ടുന്നത്. അതല്ലാണ്ട് ഇവർക്കൊരു ടെലിഗ്രാമിൻ്റെ ബോട്ടുണ്ട്. അതിൽ നമുക്ക് ഇപ്പോഴും പ്ലേ ചെയ്യാൻ പറ്റും. അത് സ്ലീപ്പ് കോച്ച് ലൈറ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സെയിം അതേ ഇത് തന്നെയാണ്, സെയിം അതേ യൂസ് കേസ് തന്നെയാണ്. അപ്പം നിങ്ങൾ അത് യൂസ് ചെയ്യാം. ഇത് തീർന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ 2 അക്കൗണ്ട്സും കൂടി ഒരുമിച്ച് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. ഇത് വേറെ അക്കൗണ്ട്, അത് വേറെ അക്കൗണ്ട് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പുതിയ ദിവസം തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.